ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ ഓഡിയോ ബുക്സും കൂട്ടുകാരെ കാത്തിരിക്കുന്നു. മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സൺ രചിച്ച ഒരു നാടോടി കഥയാണ്. കഥയുടെ പേര് തമ്പലീന. ഒറ്റയ്ക്കാണ് അവൾ ജീവിച്ചു പോന്നത്. കുറേ കാലം അങ്ങനെ ജീവിച്ചു മടുത്തപ്പോൾ തനിക്ക് കൂട്ടിനായിട്ടെങ്കിലും ഒരു കുഞ്ഞുണ്ടായാൽ കൊള്ളാമെന്ന് അവൾ ആഗ്രഹിച്ചു. ഒരു ദിവസം അവൾ ഒരു വൃത്തിയായ മന്ത്രവാദിനിയെ ചെന്ന് കണ്ടു. എനിക്കൊരു കൊച്ചു കുഞ്ഞിനെ കിട്ടിയാൽ കൊള്ളാമെന്ന് കൊതിയുണ്ട്. അതിനുള്ള വഴി പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായി. ശരി, ഞാൻ പറഞ്ഞു തരാം. ഒരു പ്രത്യേക തരം ഗോതമ്പ് മണിയുണ്ട്. സാധാരണ കൃഷി ചെയ്യുന്ന ഇനമോ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റി കൊടുക്കുന്ന ഇനമോ അല്ല. അതൊരു പൂച്ചട്ടിയിൽ വെക്കണം. പിന്നെ എന്ത് വേണമോ അതങ്ങ് ആഗ്രഹിക്കുക. നിങ്ങളുടെ ആഗ്രഹം സാധിക്കും. മന്ത്രവാദിനി പറഞ്ഞു. വളരെ നന്ദി. ആ സ്ത്രീ മന്ത്രവാദിനിക്ക് ഒരു നാണയം സമ്മാനമായി നൽകിയിട്ട് വീട്ടിലേക്ക് പോയി. അവൾ വീട്ടിൽ ചെന്ന് അവിടെ ഒറ്റപ്പെട്ട് കിടന്നിരുന്ന ഒരു ഗോതമ്പ് മണി എടുത്തു. അത് ഒരു പൂച്ചട്ടിയിൽ നട്ടു. അതിശയം! അത് കിളിർത്ത് വളർന്ന് പുഷ്പിച്ചു. ഒരു ലില്ലിപ്പൂ മൊട്ട് പുറത്തു വന്നു. ഇതളുകൾ വിടരാൻ തുടങ്ങി. ഹായ്, എത്ര സുന്ദരമായ പുഷ്പം! അവൾ പറഞ്ഞു. അതിൻ്റെ മഞ്ഞയും ചുവപ്പുമണിഞ്ഞ ഇതളുകൾ അവൾ ചുംബിച്ചു. അതിൻ്റെ ഇതളുകൾ അപ്പോഴും പൊട്ടിവിടർന്നുകൊണ്ടിരുന്നു. കമനീയമായ ഒരു ലില്ലി പുഷ്പം. അതിൻ്റെ ഇതളുകളുടെ നടുവിൽ സുന്ദരിയായ ഒരു കൊച്ചു പെൺകുട്ടി വളരെ ശാന്തയായിരിക്കുന്നു. അവൾ അതിശയിച്ചു പോയി. കുട്ടിക്ക് ഒരു തള്ളവിരലിനേക്കാൾ വലുപ്പമില്ലായിരുന്നു. അതുകൊണ്ട് തമ്പലീന എന്നതിന് പേരിട്ടു. അവൾ കടുക്കാത്തോടുകൊണ്ട് തമ്പലീനയ്ക്ക് തൊട്ടിലുണ്ടാക്കി. അരയാലിൻ്റെ കുരുനിലകൾ കൊണ്ട് പായ് വിരിച്ചു. റോസാപ്പൂ ഇതൾ കൊണ്ട് പുതപ്പിച്ചു. രാത്രിയിൽ ആ കുഞ്ഞ് കടുക്കാത്തോടിൽ സുഖമായി കിടന്നുറങ്ങി. പകൽ സമയം പമ്പരം കൊണ്ടുണ്ടാക്കിയ മേശപ്പുറത്ത് ഇരുന്ന് കളിച്ചു. ഒരു ചെറിയ തളികയിൽ ജലം നിറച്ച് അതിൽ തളിരിലകളും പൂവിതളും ഇട്ട് കുഞ്ഞ് ആ ചങ്ങാടത്തിൽ സവാരി നടത്തി. കുരുനിലയിലുള്ള അവളുടെ യാത്ര ഒന്ന് കാണേണ്ടതായിരുന്നു. അവൾ അതിമനോഹരമായി പാടി. എത്ര മധുരമുള്ള പാട്ട്! ഒരു രാത്രി തമ്പലീന അവളുടെ കടുക്കാ കിടക്കയിൽ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ വൃത്തികെട്ട ഒരു പേക്കാച്ചി തവള ജനാല കണ്ണാടി പൊട്ടിയുണ്ടാക്കിയ വിടവിലൂടെ അകത്തേക്ക് ചാടിക്കയറി. അറപ്പ് തോന്നിക്കുന്ന ആ തവള തമ്പലീനയെ കണ്ട് സന്തോഷിച്ചു. തൻ്റെ മകന് സുന്ദരിയായ ഭാര്യയായിരിക്കും ഇവളെന്ന് പറഞ്ഞുകൊണ്ട് കടുക്കാത്തോടിൽ ഉറങ്ങുന്ന കുഞ്ഞിനെ എടുത്തു. അത് ജനാല വഴി ചാടി ഉദ്യാനത്തിലൂടെ തത്തിത്തത്തി കടന്നുപോയി. അവിടത്തെ വീതി കൂടിയ നദി മണൽ തിട്ടയിലെങ്ങും പരന്നൊഴുകുന്നുണ്ടായിരുന്നു. അതിൻ്റെ തടം ചെളി പിടിച്ച ചതുപ്പായിരുന്നു. പേക്കാച്ചി തവള മകനോടൊപ്പം വസിച്ചിരുന്നത് അവിടെയാണ്. അവനും തള്ളയെപ്പോലെ തന്നെ വിരൂപനും വൃത്തികെട്ടവനുമായിരുന്നു. കടുക്കാത്തോടിനുള്ളിൽ ഉറങ്ങുന്ന സുന്ദരിയായ പെൺകുട്ടിയെ കണ്ട് അവൻ തുള്ളിച്ചാടി. ഹോൾ ഹോൾ ക്രോയ് ക്രോയ്! അവൻ ഒച്ചയിട്ടു. ഇത്രയും ഉറക്കെ സംസാരിക്കരുത്, അവൾ ഞെട്ടി ഉണരും. തള്ളപ്പേക്കാച്ചി അവന് താക്കീത് നൽകി. കടുക്കാത്തോടിൽ സുഖമായി ഉറങ്ങുന്ന തമ്പലീനയെ പേക്കാച്ചി ഒരു വലിയ താമരയിലയിൽ കിടത്തി. എന്നിട്ടവൾ തമ്പലീനയ്ക്ക് വേണ്ടി ഒരു മുറി അലങ്കരിക്കുന്ന തിരക്കിലേർപ്പെട്ടു. മഞ്ഞയും നീലയുമായ പുതുപൂക്കൾ കൊണ്ട് മുറി നിറഞ്ഞു. മരുമകൾക്ക് വേണ്ടി മണിയറ അലങ്കരിച്ചതിന് ശേഷം വിരൂപനായ പുത്രനോടൊപ്പം നവവധുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ
അവൾ താമരയിലെ ദ്വീപിലേക്ക് പോയി. നോക്കൂ, ഇതാണ് എൻ്റെ മകൻ. നിന്റെ ഭർത്താവാണവൻ. മറുകരയിലുള്ള ചതുപ്പിൽ നിങ്ങൾക്ക് സുഖമായി ജീവിക്കാം, തള്ളപ്പേക്കാച്ചി പറഞ്ഞു. ഖോർ ഖോർ, ക്രായ് ക്രായ് എന്ന് മാത്രം മകനും പറഞ്ഞു. തമ്പലീനിയാകട്ടെ വിങ്ങി വിങ്ങി കരയാൻ തുടങ്ങി. ആ വിരൂപനായ പേക്കാൻ തവളയോടൊപ്പം ജീവിക്കാൻ അവൾക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. വെള്ളത്തിൽ തുള്ളിച്ചാടി കളിച്ചിരുന്ന കൊച്ചി മീൻകൂട്ടങ്ങൾ തള്ളപ്പേക്കാച്ചി പറഞ്ഞതെല്ലാം കേട്ടു. അവ തലപൊക്കി തമ്പലീനയെ നോക്കി. ഹായ്, എന്തൊരു സുന്ദരി! മീനുകൾ അന്തം വിട്ടുപോയി. വിരൂപനായ പേക്കാൻ തവളയോടൊപ്പം അവൾക്ക് പോകേണ്ടി വരുമോ? പാടില്ല, പാടില്ല, അത് സംഭവിച്ചുകൂടാ. അവർ ഒറ്റ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു. അവരൊത്തുചേർന്ന് ആ താമരയിലെ തണ്ടിൽ നിന്ന് കൊത്തിമുറിച്ചു. അത് ഒഴുക്കിൽപ്പെട്ട് താഴോട്ട് പോയി. തമ്പലീന നഗരങ്ങളും ഗ്രാമങ്ങളും പിന്നിട്ട് ഒഴുകിക്കൊണ്ടിരുന്നു. ആറ്റരികിലെ പൊന്തക്കാടുകളിലിരുന്ന പക്ഷികൾ അവളെ കണ്ട് പാടി. ഹായ്, എത്ര സുന്ദരിയായ കൊച്ചു പെൺകുട്ടി! ഒടുവിലവൾ മറ്റൊരു രാജ്യത്ത് ചെന്നു ചേർന്നു. വെളുത്ത് മനോഹരമായൊരു ചിത്രശലഭം കുറേ നേരം അവളെ ചുറ്റിപ്പറന്നു. അതൊടുവിൽ താമരയിലയിൽ വന്നിരുന്നു. തമ്പലീനയ്ക്ക് ഒരു കൂട്ട് കിട്ടിയതിൽ വലിയ ആശ്വാസമായി. അവൾ തൻ്റെ ഇലയുടെ അറ്റത്ത് ചിത്രശലഭത്തിന്റെ ചിറക് ബലമായി ബന്ധിച്ചു. കാറ്റേറ്റ പായ്വെള്ളം പോലെ ഇലയുടെ ഗതിവേഗം വർദ്ധിച്ചു. ഇടയ്ക്കിടെ അവൾ ഇലയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് 4 പാട് നോക്കി. കുറെ കഴിഞ്ഞപ്പോൾ ഒരു വലിയ വണ്ട് വന്നു. തമ്പലീനയെ കണ്ട് അത് സന്തോഷിച്ചു. അവളെയും തൂക്കിയെടുത്തുകൊണ്ട് വണ്ട് ഒരു മരത്തിലേക്ക് പറന്നു. കീറിയ താമരയില വെള്ളത്തിൽ കിടന്നു. ചിത്രശലഭം ആ ഇലയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഇലയിൽ കെട്ടിയിട്ടിരുന്നതിനാൽ അതിന് പറന്നു പോകാൻ സാധിച്ചില്ല. വണ്ട് ദൂരേക്ക് പറന്നപ്പോൾ തമ്പലീന വളരെ ഭയപ്പെട്ടു. ചിത്രശലഭത്തെ വേർപിരിയേണ്ടി വന്നത് അവളെ വല്ലാതെ വേദനിപ്പിച്ചു. വണ്ട് ഒരു വലിയ മരത്തിൻ്റെ ഇലയിൽ അവളെ ഇരുത്തി. പൂവിൽ നിന്ന് തേനെടുത്ത് അവൾക്ക് കൊടുത്തു. നീ എത്ര സുന്ദരിയായിരിക്കുന്നു, വണ്ട് പറഞ്ഞു. ആ മരത്തിൽ വസിച്ചിരുന്ന എല്ലാ വണ്ടുകളും അവളെ കാണാൻ വന്നു. ഇവൾ ഇതെത്ര ചെറുതാണ്, ഒരു മനുഷ്യജീവിയെ പോലുണ്ടല്ലോ, എന്ത് വൃത്തികെട്ടവൾ! പെൺവണ്ടുകൾ കൊമ്പുകൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. ചെറുപ്പക്കാരികളായ വണ്ടുകളെല്ലാം അത് ശരിവച്ചു. ആൺവണ്ടുകൾ ആ അഭിപ്രായക്കാരല്ലായിരുന്നു. എങ്കിലും പെൺവണ്ടുകളുടെ അഭിപ്രായത്തെ മാനിക്കാതിരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ വണ്ടെത്താൻ അവളെ ഒരു ഡെയ്സി ചെടിയുടെ പൂവിൽ കൊണ്ടുചെന്നിരുത്തി. പെൺവണ്ടുകളുടെ അസൂയ തമ്പലീനയെ ദുഃഖിപ്പിച്ചു. പാവം തമ്പലീന വേനൽക്കാലം മുഴുവൻ ഒരു വലിയ വനത്തിൽ ഏകാകിനിയായി ജീവിച്ചു. പുല്ലുകൾ കൊണ്ട് അവൾ ഒരു മെത്തയുണ്ടാക്കി. മഴ വന്നപ്പോൾ ഇലകൾ കൊണ്ട് മൂടി രക്ഷപ്പെട്ടു. പൂക്കളിൽ നിന്ന് തേനും തളിരിലകളിലെ മഞ്ഞുതുള്ളികളും കുടിച്ച് വേനൽക്കാലവും മഞ്ഞുകാലവും അങ്ങനെ കഴിച്ചുകൂട്ടി. തുടർന്ന് ദീർഘവും കഠിനവുമായ ശീതകാലം വന്നു. മനോഹരങ്ങളായ പാട്ടുകൾ പാടിക്കൊണ്ടിരുന്ന പക്ഷികളെല്ലാം എവിടെയോ പോയി മറഞ്ഞു. ഇലകളും പൂക്കളും കൊഴിഞ്ഞ മരങ്ങളിൽ കൊമ്പുകൾ മാത്രം ശേഷിച്ചു. ശോഷിച്ചു വരേണ്ട കമ്പുകളല്ലാതെ ഒരിലയോ തളിരോ പൂവോ ഒരിടത്തും കാണാനില്ലായിരുന്നു. തമ്പലീനയുടെ വസ്ത്രങ്ങൾ പഴകിക്കഴിഞ്ഞിരുന്നു. ക്രമേണ മഞ്ഞും പൊഴിഞ്ഞു തുടങ്ങി. അവളാകെ തണുത്തുകൂച്ചി. കാട്ടിലൂടെ അവൾ ഇഴഞ്ഞു നീങ്ങി. ഒടുവിൽ ഒരെലിയുടെ മാളത്തിനരികെ അവൾ ചെന്നു ചേർന്നു. പാവം തമ്പലീന മൂഷിക മാളത്തിന് മുമ്പിൽ ചെന്നു നിന്ന് അല്പം ഗോതമ്പ് മണികൾക്ക് വേണ്ടി യാചിച്ചു. അവൾ ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. അയ്യോ, പാവം കൊച്ചു കുഞ്ഞ്, എന്റെ ചൂടുള്ള മുറിയിലേക്ക് കടന്നു വന്നാലും എന്നോടൊപ്പം ഭക്ഷണത്തിലും പങ്കുകൊണ്ടുകൊള്ളൂ. ആ നല്ല മൂഷിക തള്ള അവളെ ക്ഷണിച്ചു. ഉടനെ ഇവിടെ ഒരു വിരുന്നുകാരൻ വരും. എന്റെ അയൽക്കാരനാണ്. അവൻ എന്നേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ കഴിയുന്നു. അവന് കറുത്ത രോമക്കുപ്പായമുണ്ട്. ഇതിനേക്കാൾ ഭംഗിയുള്ള വീടുമുണ്ട്. നിനക്ക് യോജിച്ച ഭർത്താവാണ് അവൻ. അവന്റെ കണ്ണിന് കാഴ്ച കുറവാണ്.
നിനക്കവനോടൊത്ത് സുഖമായി ജീവിക്കാം. മൂഷികത്തള്ള തമ്പലീനിയോട് പറഞ്ഞു. അവൾക്ക് വലിയ താല്പര്യം തോന്നിയില്ല. അവൻ കണ്ണു കാണാത്ത ഒരു തുരപ്പനാണെന്ന് അവൾക്ക് മനസ്സിലായി. കറുകറുത്ത രോമക്കുപ്പായവും അണിഞ്ഞ് തുരപ്പൻ വന്നു. അവൻ ബുദ്ധിശാലിയും സമ്പന്നനുമാണ്. അവന്റെ വീട് എന്റേതിനേക്കാൾ എത്രയോ നല്ലതാണ്. അനേകം വിദ്യകൾ അവനറിയാം. എന്നാൽ പൂക്കളെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും ഒന്നും അറിഞ്ഞുകൂടാ. അവൻ അവയെ കണ്ടിട്ടില്ല. തമ്പലീന തുരപ്പന് വേണ്ടി ഒരു പാട്ടുപാടി. തുരപ്പന് അവളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അവളുടെ മധുരമായ സ്വരം അവനെ ആകർഷിച്ചു. അവന് തമ്പലീനയോട് വലിയ സ്നേഹം തോന്നി. എന്നാൽ അവൻ ഒന്നും സംസാരിച്ചില്ല. വളരെ സൂക്ഷ്മ ബുദ്ധിയായിരുന്നു അവൻ. മൂഷികത്തള്ളയുടെ ഭവനത്തിൽ നിന്ന് തുരപ്പൻ തന്റെ ഭവനത്തിലേക്ക് ഭൂമിക്കടിയിൽ കൂടി ഒരു തുരങ്കമുണ്ടാക്കി. മൂഷികത്തള്ളയ്ക്കും തമ്പലീനയ്ക്കും അതുവഴി ഇഷ്ടം പോലെ സഞ്ചരിക്കാനുള്ള അനുവാദവും നൽകി. ആയിടെ തണുപ്പ് കൊണ്ട് ചത്തുപോയ പക്ഷികളുടെ തൂവലും കൊക്കുമെല്ലാം അവിടെ കാണപ്പെട്ടു. അത് കണ്ട് ഭയപ്പെടേണ്ട എന്ന് തുരപ്പൻ തമ്പലീനിയെ ആശ്വസിപ്പിച്ചു. ദ്രവിച്ച ഒരു തടി കഷ്ണം കടിച്ചു പിടിച്ചുകൊണ്ട് ഒരു ദിവസം തുരപ്പൻ വന്നു. അത് ഇരുട്ടിൽ തീക്കട്ട പോലെ തിളങ്ങി. അവരുടെ പുതിയ വഴിയിൽ അത് വെളിച്ചം വിതറി. തമ്പലീന വഴിയിലൊരിടത്ത് ഒരു പക്ഷിയെ കണ്ടു. അതിന്റെ മനോഹരമായ ചിറകുകൾ ശരീരത്തോട് ചേർന്നിരുന്നു. കാലുകൾ അതിനുള്ളിൽ ഞെരുങ്ങിക്കൂടി കാണപ്പെട്ടു. തണുപ്പിന്റെ കാഠിന്യം കൊണ്ട് ചത്തു വിറങ്ങലിച്ച ഒരു കുയിലായിരുന്നു അത്. അതിനെ കണ്ടപ്പോൾ തമ്പലീനയുടെ കണ്ണു നിറഞ്ഞു. അവൾക്ക് പക്ഷികളെ അത്രമാത്രം ഇഷ്ടമായിരുന്നു. കഴിഞ്ഞ വേനൽക്കാലം മുഴുവൻ അവളെ പാടി ആനന്ദിപ്പിച്ചത് പക്ഷികളാണ്. ആ ചത്ത പക്ഷിയെ തുരപ്പൻ നിർദ്ദയം തള്ളിമാറ്റി. അവൻ പറഞ്ഞു, ഒരു പക്ഷിക്ക് ചിലയ്ക്കാനും പാടാനുമല്ലാതെ വല്ലതും അറിയാമോ? അവസാനം തണുപ്പ് കാലം വരുമ്പോൾ ചത്തുവീഴാനും. മൂഷികത്തള്ള അത് ശരിവെച്ചു. ചിലച്ച് കഴിയുന്ന പക്ഷിക്ക് തണുപ്പ് വരുമ്പോൾ എന്താണ് കിട്ടുക? അത് വിശന്ന് തളർന്ന് വിറങ്ങലിച്ച് ചാകുന്നു. എന്നിട്ടും അവയുടെ അഹങ്കാരത്തിന് കുറവൊന്നുമില്ല, തള്ള പറഞ്ഞു. തമ്പലീന മറുപടിയൊന്നും പറഞ്ഞില്ല. തുരപ്പനും മൂഷികത്തള്ളയും മാറിയപ്പോൾ അവൾ ആ കുയിലിന്റെ തൂവലുകൾ തലോടി. അതിന്റെ അടഞ്ഞ കണ്ണുകളിൽ ഉമ്മവച്ചു. അവൾ വിചാരിച്ചു, ഒരു പക്ഷേ ഈ പക്ഷി എന്നെ വേനൽക്കാലത്ത് പാടി രസിപ്പിച്ചതായിരിക്കാം. തമ്പലീന അല്പം പോലും ഉറങ്ങിയിട്ടില്ല. അവൾ കച്ചികൊണ്ട് ഒരു പായുണ്ടാക്കി ആ പക്ഷിയെ മൂടി. കുറെ രോമമെടുത്ത് അതിന്റെ മുകളിലിട്ടു. ആ തണുത്ത മണ്ണിൽ അല്പം ചൂട് കിട്ടുവാൻ അത് സഹായിച്ചു. കുയിൽ പക്ഷി, നിനക്ക് അന്ത്യവന്ദനം. സൂര്യൻ ചൂടും വെളിച്ചവും നൽകിയ വേനൽക്കാലത്ത് ചെടികൾ പച്ച വിരിച്ചു നിന്നപ്പോൾ നീ പാടിയ പാട്ടിന് നന്ദി. നിനക്ക് യാത്രാവന്ദനം. തമ്പലീന തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞു. ആ പക്ഷിയുടെ ചുണ്ട് നെഞ്ചിലെ മൃദുലങ്ങളായ തൂവലുകൾക്കുള്ളിലാക്കി. അപ്പോൾ നേരിയ ശബ്ദം കേൾക്കുന്നതുപോലെ തമ്പലീനിക്ക് തോന്നി. അവൾ ആകെ ഭയപ്പെട്ടുപോയി. പക്ഷിയുടെ ഹൃദയമിടിക്കുന്ന ശബ്ദം. പക്ഷി ചത്തിട്ടില്ലായിരുന്നു. കഠിനമായി തണുപ്പുകൊണ്ട് മരവിച്ച് വിറങ്ങലിച്ച് കിടക്കുക മാത്രമായിരുന്നു അത്. അല്പം ചൂട് കിട്ടിയപ്പോൾ അതിന് ജീവൻ തിരികെ ലഭിച്ചു. തമ്പലീന ഭയപ്പെട്ടു. ആ പക്ഷി വളരെ വലുതാണ്, അവളേക്കാൾ വളരെ വലുത്. എങ്കിലും അവൾ രോമങ്ങളും കരിയിലയും വൈക്കോൽ കഷ്ണങ്ങളും കൊണ്ട് മൂടി അതിനെ ശുശ്രൂഷിച്ചു. പിറ്റേന്ന് രാത്രിയിലും തമ്പലീന പക്ഷിയുടെ അരികിലെത്തി. അപ്പോൾ അതിന് ജീവനുള്ളതായി കണ്ടു. ക്ഷീണം വളരെ കൂടുതലായിരുന്നു. ഒരു നിമിഷ നേരത്തേക്ക് അത് കണ്ണു തുറന്ന് തമ്പലീനയെ നോക്കി. ഉണങ്ങിയ മരകഷ്ണം വിളക്കായി പിടിച്ച് അവൾ അടുത്തു നിന്നു. അല്ലയോ കൊച്ചു സുന്ദരി, നിനക്ക് ഞാൻ നന്ദി പറയുന്നു. നീ എനിക്ക് ചൂട് നൽകി. എനിക്ക് വീണ്ടും ശക്തി ലഭിക്കും. പറക്കാനും കഴിയും. പുറത്ത് സൂര്യപ്രകാശമുള്ള ദിക്കെല്ലാം ഞാൻ പറന്ന് സഞ്ചരിക്കും. അയ്യോ, വേണ്ട വേണ്ട, തണുപ്പ് കൂടുതലാണ്.
എല്ലായിടത്തും മഞ്ഞ് നിറഞ്ഞു കിടക്കുന്നു. ഈ ചൂടിൽ തൽക്കാലം ഇവിടെ തന്നെ കഴിയുക. ഞാൻ നിന്നെ പരിചരിച്ചുകൊള്ളാം, തമ്പലീന നിറഞ്ഞ ഹൃദയത്തോടെ പറഞ്ഞു. അവളൊരു പൂവിതളിൽ അല്പം വെള്ളം കൊണ്ടുവന്നു. പക്ഷി അത് ആർത്തിയോടെ കുടിച്ചു. ഒരു മുള്ളിലുടക്കി ചിറകിന് മുറിവ് പറ്റിയ കാര്യം പക്ഷി പറഞ്ഞു. അതുകൊണ്ടാണ് മറ്റ് പക്ഷികളോടൊപ്പം ഉഷ്ണരാജ്യത്തേക്ക് പറക്കാൻ കഴിയാതെ പോയത്. ഒടുവിൽ ചിറക് കുഴഞ്ഞ് തറയിൽ വീണു. പിന്നീടൊന്നും ഓർമ്മിക്കുന്നതേയില്ല. ഇവിടെ വന്ന കഥയും. തണുപ്പുകാലം മുഴുവൻ പക്ഷി ആ ഭൂഗർഭത്തിൽ കഴിഞ്ഞു. തമ്പലീൻ അതിനെ സ്നേഹപൂർവ്വം പരിചരിച്ചു. തുരപ്പനും മൂഷികത്തള്ളയും ഇക്കഥ അറിഞ്ഞതേയില്ല. വസന്തം പിന്നെയും വന്നു ചേർന്നു. ഭൂമിക്ക് ചൂടുണ്ടായി. തമ്പലീനയോട് യാത്ര പറഞ്ഞ് പക്ഷി പറന്നുപോയി. അവൾ പക്ഷിക്ക് പറന്നു പോകാൻ വേണ്ടി തുരപ്പന്റെ മാളം തുറന്നുകൊടുത്തു. സൂര്യന്റെ ഇളം കതിരുകൾ അവരെ തലോടി. അപ്പോൾ കുയിൽ ചോദിച്ചു, നീ എന്നോടൊപ്പം പോരുന്നില്ലേ? നിനക്കെന്റെ പുറത്തിരിക്കാൻ ഒരു വിഷമവും ഉണ്ടാകില്ല. പച്ചക്കാടുകളും പൂമരങ്ങളും നിറഞ്ഞ വിദൂരദേശത്തേക്ക് നമുക്ക് പോകാം. താൻ പോകുന്നത് മൂഷികത്തള്ളയെ വിഷമിപ്പിക്കുമെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു. ഇല്ല, ഞാനിപ്പോൾ വരുന്നില്ല. എങ്കിൽ ശരി, വന്ദനം. യാത്രാവന്ദനം എന്റെ നല്ല സുന്ദരിയായ പെൺകുട്ടി, കുയിൽ പക്ഷി പറഞ്ഞു. പക്ഷി പറന്നു പോകുന്നത് അവൾ നോക്കി നിന്നു. അകലും തോറും അത് ചെറുതായി ചെറുതായി വന്നു. ഒടുവിൽ ഒരു പൊട്ട് പോലെ സൂര്യപ്രകാശത്തിൽ മറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അതിനെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. കാലം മാറി. ചെടികൾ പൂവിട്ടു. പാടത്ത് വീണ്ടും ഗോതമ്പ് വിതച്ചു. മൂഷികയുടെ വീടിന്റെ മുകൾ ഭാഗമെല്ലാം ഗോതമ്പ് തിങ്ങി വളർന്നു. നല്ല വേനൽക്കാലം വീണ്ടും വന്നെത്തിയിരിക്കുന്നു. ഇനി നിന്റെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തണം. ഒരു ദിവസം മൂഷിക ഓർമ്മിപ്പിച്ചു. അയൽക്കാരനായ വയസ്സൻ തുരപ്പൻ അവൾക്കു വേണ്ടി ഒരു രോമക്കുപ്പായം തയ്ക്കുന്നുണ്ടായിരുന്നു. തുരപ്പന്റെ ഭാര്യയാകുമ്പോൾ ഒരു നല്ല രോമക്കുപ്പായം കൂടിയേ തീരുവെന്നും മൂഷിക അറിയിച്ചു. വേനൽ അവസാനിച്ചു. ഭൂമി കട്ടിപിടിക്കുമ്പോൾ വിവാഹം നടത്തണമെന്നായിരുന്നു തുരപ്പന്റെ നിശ്ചയം. തമ്പലീനയ്ക്ക് ഈ വിവാഹത്തിൽ തെല്ലും തൃപ്തി തോന്നിയില്ല. തുരപ്പൻ വാശിക്കാരനാണെന്നും അവൾ അറിഞ്ഞിരുന്നു. സൂര്യനുദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും അവൾ വാതിലിലൂടെ പുറത്തുവരും. കാറ്റ് ഗോതമ്പിലകൾ ഇളക്കി വിടർത്തുമ്പോൾ അവൾ വിശാലമായ നീലാകാശവും നോക്കി അങ്ങനെ ഇരിക്കും. എത്ര ഭംഗിയും പ്രകാശവുമാണ് പുറത്ത്, അവൾ ചിന്തിച്ചു. തന്റെ പ്രിയപ്പെട്ട കുയിൽ പക്ഷിയെ ഒന്നുകൂടി കാണുവാൻ അവൾ കൊതിച്ചു. എന്നാൽ അത് ഒരിക്കലും മടങ്ങി വന്നില്ല. അങ്ങ് ദൂരെ വനത്തിൽ അത് സുഖമായി കഴിയുന്നുണ്ടാകുമെന്ന് അവൾ കരുതി. മഞ്ഞുകാലം പിന്നെയും വന്നു. തമ്പലീനയുടെ വിവാഹ ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി. ഇനി കല്യാണത്തിന് 4 ആഴ്ചയേ ഉള്ളൂ, മൂഷിക ഓർമ്മിപ്പിച്ചു. ആ തുരപ്പനെ ഞാൻ തീരെ ഇഷ്ടപ്പെടുന്നില്ല, അവൾ സങ്കടത്തോടെ പറഞ്ഞു. കുരുത്തം കെട്ടവളെ, നീ ഇങ്ങനെ ചാബല്യം പറയരുത്. നിന്നെ ഞാൻ എന്റെ വെള്ളപ്പല്ലുകൊണ്ട് കടിച്ചു കീറും. നിന്റെ ഭാവി വരൻ ബഹുസുന്ദരനാണ്. നീ അവന്റെ രോമക്കുപ്പായം കണ്ടില്ലേ? ഒരു രാജ്ഞിക്ക് പോലുമില്ല അത്തരമൊരു കുപ്പായം. നിന്റെ ഭാഗ്യമാണ് അതുപോലൊരു ഭർത്താവിന് ലഭിക്കുക, മൂഷിക പറഞ്ഞു. വിവാഹ ദിവസവും വന്നു. മണിയറ പരിശോധിക്കാൻ തുരപ്പനരി എത്തി. സൂര്യപ്രകാശം അവന് തീരെ ഇഷ്ടമല്ല. തീരെ വെളിച്ചം കടക്കാത്ത വിധമായിരുന്നു ആ മണിയറ. തമ്പലീനയ്ക്ക് വലിയ ദുഃഖമായി. അവസാനമായി സൂര്യനെ ഒന്ന് കാണുന്നതിന് അവൾ പുറത്തേക്കിറങ്ങി. ഗോതമ്പെല്ലാം കൊയ്തു കഴിഞ്ഞിരുന്നു. വൈക്കോൽ കുറ്റികൾ മാത്രമേ അവിടെയെങ്ങും കാണാനുണ്ടായിരുന്നുള്ളൂ. അവൾ സൂര്യനോട് യാത്ര പറഞ്ഞു. ഒരു ചുവന്ന പുഷ്പം അവിടെ വിടർന്നു നിന്നിരുന്നു. അതിനരികിൽ വന്ന് അവൾ മന്ത്രിച്ചു. ആ കുയിൽ പക്ഷിയെ കണ്ടാൽ എന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കണേ. കൂ കൂ. മുകളിൽ നിന്ന് ഒരു ശബ്ദം. അവൾ നോക്കിയപ്പോൾ ആ കുയിൽ പക്ഷി തലയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്നു. അവൾ ആ
അത്യധികം സന്തോഷിച്ചു. തന്റെ കഥകളെല്ലാം അതിനോട് പറഞ്ഞു. തണുപ്പേറിയ ശീതകാലത്തിന്റെ ആരംഭമായി. ഞാൻ ഉഷ്ണരാജ്യത്തേക്ക് പറന്നു പോകുന്നു. നീ എന്നോടൊപ്പം വരുന്നുവോ? നിനക്കെന്റെ പുറത്തിരിക്കാം. നമുക്കങ്ങ് ദൂരെ ദൂരെ സൂര്യൻ സദാ ചൂടും വെളിച്ചവും തരുന്ന ഉഷ്ണദേശത്തേക്ക് പോകാം. അവിടെ എന്നും വേനലാണ്. പൂമരങ്ങളും ധാരാളമുണ്ട്. ശരി, ഞാനും വരുന്നുണ്ട്, അവൾ പറഞ്ഞു. എന്നിട്ട് കുയിലിന്റെ പുറത്തു കയറിയിരുന്നു. അവളുടെ അരഞ്ഞാൻ ഒരു തൂവലുമായി ബന്ധിച്ചു. പക്ഷി ആകാശത്തേക്ക് അതിവേഗം പറന്നുയർന്നു. എങ്ങും വിശേഷപ്പെട്ട മുന്തിരി പന്തലുകൾ, ഓറഞ്ച് മരങ്ങളുമുണ്ട്. ചെറുനാരക ചെടികളും ധാരാളം. സുഗന്ധം നിറഞ്ഞ കാറ്റ് സദാ വീശുന്നു. കുട്ടികൾ ചിത്രശലഭങ്ങളുമായി കളിച്ച് രസിക്കുന്നു. പക്ഷി വീണ്ടും പറന്നു. പറന്നകലും തോറും ആ സ്ഥലങ്ങൾ കൂടുതൽ കൂടുതൽ മനോഹരമാവുകയാണ്. ഒടുവിൽ ഒരു മാർബിൾ കൊട്ടാരത്തിൽ അവർ ചെന്നു ചേർന്നു. ചുറ്റും സുഗന്ധം പരത്തുന്ന ചെടികൾ. കുയിലുകൾ അവിടെ കൂട്ടം കൂട്ടമായി വസിച്ചിരുന്നു. അവിടെ ഒരു കൂട്ടിൽ കുയിൽ ചെന്നിരുന്നു. ഇതാണ് എന്റെ വീട്, പക്ഷി പറഞ്ഞു. താഴെയുള്ള മനോഹരമായൊരു പൂവ് തിരഞ്ഞെടുക്കൂ. അതിൽ നിന്നെ കൊണ്ടുചെന്നാക്കാം. അവിടെ പകൽ മുഴുവൻ ആനന്ദകരമായി നിനക്ക് കഴിച്ചുകൂട്ടാം. അവൾ ആനന്ദം കൊണ്ട് മതിമറന്നു. താഴെ ഒരു മാർബിൾ പലക 3 കഷ്ണങ്ങളായി മുറിഞ്ഞു കിടന്നിരുന്നു. അതിനിടയിൽ വലിയ വെള്ളപ്പൂക്കൾ വിടർന്നു നിന്നിരുന്നു. പക്ഷി തമ്പലീനിയെ ഒരു പൂവിതളിൽ കൊണ്ടുചെന്നിരുത്തി. അതിശയം! ആ പൂവിൽ മറ്റൊരു കൊച്ചു മനുഷ്യനിരിക്കുന്നു. കണ്ണാടി പോലെ വെണ്മയുള്ള കുഞ്ഞു മനുഷ്യൻ. അതിമനോഹരമായ സ്വർണക്കിരീടം അയാൾ അണിഞ്ഞിരുന്നു. അയാൾക്ക് 2 കുഞ്ഞി ചിറകുകളും ഉണ്ടായിരുന്നു. പൂവിന്റെ ആത്മാവാണ് അയാളെന്ന് തോന്നി. ഓരോ പൂവിലും ഓരോ കൊച്ചു പുരുഷനോ സ്ത്രീയോ ഉണ്ടായിരുന്നു. താൻ ആദ്യം കണ്ടത് അവരുടെ രാജാവായിരിക്കുമെന്ന് തമ്പലീന് ഊഹിച്ചു. അവൻ എത്ര സുന്ദരനായിരിക്കുന്നു, അവൾ പക്ഷിയോട് പറഞ്ഞു. ആ വലിയ പക്ഷിയെ കണ്ട് കുഞ്ഞി രാജകുമാരൻ ഭയപ്പെട്ടു. എന്നാൽ തമ്പലീനിയെ കണ്ട് സന്തോഷിക്കുകയും ചെയ്തു. താൻ കണ്ടിട്ടുള്ളവരിൽ അതിസുന്ദരിയാണവൾ എന്ന് രാജകുമാരന് തോന്നി. അവൻ തന്റെ കിരീടം അവളെ അണിയിച്ചു. അവളോട് പേര് ചോദിച്ചു. തന്നെ വിവാഹം ചെയ്യുവാൻ ഇഷ്ടമാണെങ്കിൽ അവൾ എല്ലാ പൂക്കളുടെയും റാണിയായി തീരുമെന്നും അവൻ പറഞ്ഞു. അവൾക്ക് സമ്മതമായി. വിവിധ പൂക്കളിൽ നിന്ന് ആണും പെണ്ണുമായി ഒട്ടേറെ കൊച്ചു മനുഷ്യർ അവിടെ വന്നു. അവരെയെല്ലാം നോക്കി നിൽക്കാൻ തന്നെ നല്ല ചന്തമുണ്ട്. ഓരോരുത്തരും അവൾക്ക് സമ്മാനം നൽകി. അതിൽ ഏറ്റവും മികച്ചത് ഒരു ജോഡി ചിറകായിരുന്നു. വെളുത്ത ശലഭത്തിൽ നിന്നുമെടുത്ത 2 ചിറകുകൾ. അത് അവളുടെ തോളിൽ ചേർത്തു. അവൾക്ക് പൂക്കൾ തോറും പറന്ന് സഞ്ചരിക്കുവാൻ സാധിച്ചു. എല്ലാവരും വളരെ സന്തോഷിച്ചു. കുയിൽ മുകളിൽ വട്ടമിട്ട് പറന്നു. എന്നിട്ട് മധുരമായി പാടി. പുഷ്പരാജകുമാരൻ പറഞ്ഞു, ഇനി തമ്പലീന എന്നല്ല നിന്റെ പേര്. അതൊരു വൃത്തികെട്ട പേരാണ്. നിന്റെ പേർ നക്ഷത്രകുമാരി എന്നാകട്ടെ. യാത്രാവന്ദനം, കുയിൽ പക്ഷി പറഞ്ഞു. അത് ഉഷ്ണരാജ്യത്ത് നിന്ന് വീണ്ടും ഡെൻമാർക്കിലേക്ക് പറന്നു. അവിടെ അതിന് ഒരു കൂടുണ്ടായിരുന്നു. അവിടെ നല്ല കഥകൾ പറയുന്ന ഒരാളുടെ ജനാലയ്ക്കരികിലിരുന്ന് അത് വീണ്ടും പാടി. ഹാൻസ് ക്രിസ്ത്യൻ ആൻഡേഴ്സന്റെ നാടോടി കഥയായ തമ്പലീന എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്നു തന്നെ കരുതുന്നു. അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.